ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മുടെ പോലീസുകാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുക. ഇത് കേട്ട് നമ്മുടെ കൃഷ്ണക്കും കാവ്യക്കും വളരെയധികം വിഷമം ഉണ്ടാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സ്കൂളാണ്. സ്കൂളിലെ എല്ലാ പിള്ളേരും ഇൻ്റർവെൽ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കുട്ടിയാണെങ്കിൽ ഒരു മൂലൊക്കെ പോരുന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മുത്ത് ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു ഭാഗത്ത് പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കണം, ഒരു ഭാഗത്ത് മണിക്കുട്ടി വിഷമിച്ചിരിക്കണം. മുത്ത് അപ്പം തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോവാണ്. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അനുസരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ മുത്ത് പറഞ്ഞോ എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ മുത്ത് പറയുന്നുണ്ട്, നമ്മുടെ മണിക്കുട്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവളിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെയും കൂടി ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. ഇനി മുതൽ നമ്മൾ കളിക്കുമ്പോഴും അതുപോലെ തന്നെ പഠിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാത്തിനും അവളെയും കൂടി കൂട്ടണം എന്ന് പറയാണ്. അതിനെന്താ മുത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങളുടെയും കൂടി ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിനെ എല്ലാവരും കൂടി വിളിക്കുക കേട്ടോ. പക്ഷെ മണിക്കുട്ടി പോയില്ല, വേണ്ട ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് പിള്ളേരെല്ലാം കൂടി മണിക്കുട്ടിനെ ഇക്കിളിയൊക്കെ ഇട്ടിട്ട് മണിക്കുട്ടിനെ കൂട്ടിക്കൊണ്ട് പോവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കാവ്യനെയും കൃഷ്ണനെയും കൂടിയാണ്. അവർ രണ്ടുപേരും ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. പോലീസുകാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ജയമോഹിനിയും ഭരത്തും വരുന്നുണ്ട്. ജയമോഹിനി പറയുന്നുണ്ട്, കണ്ടോടെ ഭരത്തെ അവരുടെ കൂടി തല പുകച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു തീപ്പെട്ടിക്കൊള്ളി വെച്ചെടുത്ത് അവർ രണ്ടുപേരുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ആ തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്ന് കത്തണത് നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുവാണ്. എന്താ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണമെന്ന് ചോദിക്കുമ്പോൾ അമ്മക്ക് എന്താ അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മണിക്കുട്ടിയുടെ കാര്യം എന്ത് തീരുമാനിക്കാൻ അവൾ ഇവിടെ തന്നെ നിൽക്കും. അതിനെ നിർത്താൻ സമ്മതിക്കില്ലെന്നല്ലേ പോലീസ് നിയമമൊക്കെ പറയണത്. അതുകൊണ്ട് അവൾ ഇവിടെ നിർത്താൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഈ പാലക്കൽ തറവാട് കണ്ട തെണ്ടിപ്പെണ്ണുങ്ങൾക്ക് നിൽക്കാൻ പറ്റിയ തറവാടൊന്നും അല്ല എന്ന് പറയാണ്. അമ്മ കുറച്ചുകൂടി ഉളുപ്പുണ്ടോ അമ്മേ എന്ന് പറയാണ്. ഇല്ലടി, എനിക്ക് ഒട്ടും നാണോ മാനും ഉളുപ്പും ഒന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ആ രാധിക മരിക്കാനുണ്ടായ കാരണം എല്ലാവർക്കും അറിയാലോ. എൻ്റെ മുത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാധിക മരിച്ചത്. അന്ന് രാത്രി പ്രതാപ് ഇവിടെ വന്നത് എന്തിനാണെന്നും എല്ലാവർക്കും അറിയാം. എന്നിട്ട് എല്ലാവരും മനഃപൂർവ്വം അതൊക്കെ മറക്കുവാണ്. രാത്രി അതൊന്നും പറയാൻ എൻ്റെ നാവ് എന്നെ അനുവദിക്കുന്നില്ല. എൻ്റെ നാവ് ചീത്തായി പോകും. അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. രാത്രി ആയപ്പോഴേക്കും പ്രതാപ് ഒരാളെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. എന്നിട്ട് അവൻ എൻ്റെ മോളെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാധിക സ്വയം മരിക്കേണ്ടി വന്നത് എന്നിങ്ങനെ പറയുവാണ്. നീ എന്തൊക്കെ പറഞ്ഞാലും ആ തെണ്ടി പെണ്ണിനെ ഇവിടെ നിർത്താൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ലടി എന്ന് ജയമോഹന് ഉറപ്പിച്ച് പറയുമ്പോൾ അമ്മ സമ്മതിക്കേണ്ട എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഞാൻ എവിടെ വേണ്ടി ഏത് പോലീസിന് വേണ്ടി പോയി കാണോടെ എന്ന് ജയമോഹൻ പറയുമ്പോൾ കണ്ടോ കൃഷ്ണ അമ്മ പറഞ്ഞത്. അപ്പം അമ്മ തന്നെയാണ് ആ പോലീസുകാരത്തിനെ ഏർപ്പാടാക്കിയെന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണ പറയുന്നുണ്ട്, അതെ അത് എനിക്ക് നേരത്തെ മനസ്സിലായ കാര്യമാണ് കാവ്യ. അതേടി ഞാൻ തന്നെ ആ പോലീസുകാരെ ഏർപ്പാടാക്കിയത്. ഇനി അവരെന്നല്ല അവിടെ മുകളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഞാൻ ഏർപ്പാടാക്കും. ആ തെണ്ടിപ്പെണ്ണെ ഇവിടെ നിർത്താൻ സമ്മതിക്കില്ലടി, അവളെ ഞാൻ പറഞ്ഞയക്കും എന്ന് പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട്, മണിക്കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഞങ്ങൾ 3 പേരും കൂടി ഇറങ്ങും. ഞാനും കൃഷ്ണയും മുത്തും കൂടി അവളുടെ കൂടെ ഇറങ്ങും എന്ന് പറയുവാണ്. അമ്മക്കറിയാലോ സ്വത്തുക്കളല്ലേ നമ്മുടെ രണ്ടുപേരുടെ പേരിൽ അച്ഛൻ എഴുതി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ബിസിനസ്സും കാര്യങ്ങളും ഒന്നും തന്നെ നടക്കില്ല. ബിസിനസ്സും കാര്യങ്ങളൊക്കെ എൻ്റെ പേരിൽ അച്ഛൻ എഴുതുന്നത് എല്ലാം അറിയാലോ എന്ന് പറയുമ്പോൾ നീ എന്തൊക്കെ പറഞ്ഞാലും ആ തെണ്ടിപ്പെണ്ണിനെ ഇവിടെ നിർത്തില്ലടി ഞാൻ എന്ന് പറയുമ്പോൾ അമ്മ നിർത്തില്ലെന്ന് പറയുമ്പോൾ എനിക്ക് വാശി കൂടുക, ഞാൻ ഇവിടെ തന്നെ നിർത്തും എന്ന് കാവ്യം പറയുന്നുണ്ട്. നീ അനുഭവിക്കൂടി എന്ന് ജയമോഹിനി പിന്നെ കാവ്യടുത്ത് പറയുവാട്ടോ. അതിനുശേഷം കാണിക്കണത് കാവ്യ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് മണിക്കുട്ടിയും മുത്തും കൂടി ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന കേട്ടോ. അവർ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും മണിക്കുട്ടി ആകെ വിഷമിച്ചാണ് വരുന്നത്. പിള്ളേർ രണ്ടും എത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് കാവ്യ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് മണിക്കുട്ടീനെ കാവ്യ വിളിക്കുകയാണ്. മണിക്കുട്ടി ഇങ്ങോട്ട് വന്നേ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മോളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ആ വിഷമം ഒരിക്കലും മോളെ വിട്ട് പോകത്തുമില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും മറന്നല്ലേ പറ്റും മോൾ എങ്ങനെയെങ്കിലൊക്കെ പഴയ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ മറക്കാൻ വേണ്ടി ശ്രമിക്കണം. പറ്റില്ലെന്ന് ആൻറ്റിക്ക് അറിയാം. എങ്കിൽ പോലും മോളതിനു വേണ്ടി ശ്രമിക്കണം. മോൾ നല്ല കൊച്ചാണ്, പഴയ പോലെ ആക്റ്റീവ് ആവണം കേട്ടല്ലോ എന്ന് പറയണം. ആ സമയത്ത് മുത്ത് പറയുന്നുണ്ട്, മണിക്കുട്ടി നീ ഒന്ന് മുഖമൊക്കെ കഴുകി നല്ല ഫ്രഷ് ആയിട്ട് വാ, നീ ആകെ തളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിനെ പറഞ്ഞു വിടുവാട്ടോ. ഇത് കണ്ടുകൊണ്ട് കൃഷ്ണ വരുന്നുണ്ട്. എന്താ മുത്തേ മണിക്കുട്ടിനെ പെട്ടെന്ന് പറഞ്ഞയച്ചത് മോൾ എന്ന് പറയുമ്പോൾ അതച്ച അവൾ സ്കൂളിൽ വെച്ചിട്ട് ഭയങ്കര വിഷമവും കരച്ചിലൊക്കെ ആയിരുന്നു. അവൾ ആകെ ക്ഷീണിച്ചിരിക്കുന്നു. അതൊന്നും അതുകൊണ്ട് അവൾക്ക് ഞാൻ പുറത്ത് പോയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി വരാൻ പറഞ്ഞത് എന്ന് പറയാണ്. പാവം അവൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് അച്ഛ, ഞങ്ങൾക്കത് ശരിക്കും മനസ്സിലായതാണ് പാവം എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് അതിന് ശേഷം മുത്ത് പോവാട്ടോ. മുത്ത് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ കൃഷ്ണ പറയുന്നുണ്ട്, കണ്ടില്ലേ കാവ്യ ഞങ്ങളുടെ മോളുടെ സ്നേഹം കണ്ടില്ലേ താൻ എന്ന് പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട്, അതെ അവളുടെ സ്നേഹം നമ്മുടെ രണ്ടുപേരുടെ സ്വഭാവം അവൾക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കൃഷ്ണ. മറ്റുള്ളവരെ നന്നായിട്ട് സ്നേഹിക്കാൻ അവൾക്കറിയാം, നന്മയുള്ളവരെ തിരിച്ചറിയേണ്ട അവൾക്കറിയാം എന്ന് പറയുമ്പോൾ കൃഷ്ണ മനസ്സിൽ വിചാരിക്കണം, പാവം എൻ്റെ 2 മക്കളും നന്നായിട്ട് ചേച്ചി അനിയത്തിനെ പോലെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി, സമാധാനം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അതിനുശേഷം കാവ്യ നോക്കുമ്പോഴേക്കും മണിക്കുട്ടി അവിടുത്തെ എച്ചിൽ പാത്രവും ഭക്ഷണം കഴിച്ച പാത്രമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കാവ്യ വരുന്നുണ്ട്. മോളെ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അത് ആൻറ്റി അമ്മ ചെയ്തുകൊണ്ടിരുന്ന പണിയാണ്, ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ ചെയ്തോട്ടെ. മോൾ എന്തൊക്കെയാണ് പറയണതെന്ന് ചോദിക്കുകയാണ്. മോളെ അങ്ങനെയാണോ ഞങ്ങൾ കാണുന്നത്? മോൾക്ക് എന്താ ഞാനും കൃഷ്ണയും മുത്തൊക്കെ അന്യരായിട്ടാണ് തോന്നുന്നത്? അങ്ങനെ തോന്നുന്നുണ്ടാവുമല്ലേ, അതുകൊണ്ടാണ് മോളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും അല്ല ആൻറ്റി, ഇവിടെ പാത്രങ്ങൾ ഇരിക്കേണ്ടപ്പോൾ കഴുകി വെക്കാൻ ചോദിച്ചു. അതൊന്നും ചെയ്യേണ്ട, ഇവിടുത്തെ പാത്രം കഴുകലും ഭക്ഷണം വെപ്പൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ നീരജ് ചെയ്യണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. മോളിപ്പോൾ അതൊന്നും ചെയ്യണ്ട. മോളിപ്പോൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക, മിടുക്കിയായിട്ട് വളരുക. അത് മാത്രമേ മോൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി മാത്രമേ മോൾ ശ്രമിക്കാൻ പാടുള്ളൂ. മോൾ പോയിരുന്ന് പഠിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടീനെ പറഞ്ഞയക്കുകയാണ് നമ്മുടെ കാവ്യ. മണിക്കുട്ടീനെ മുത്തു ഇങ്ങനെ പിന്നെ കഴിഞ്ഞ മണിക്കുട്ടിയും മുത്തും കൂടി ഇങ്ങനെ പഠിക്കണതാട്ടോ. അവരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയമോഹി വരുവാണ്. ആഹാ കൊള്ളാലോ, കീരിയും പാമ്പായിരുന്നവരൊക്കെ ഒരുമിച്ച് പഠിക്കാനും തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മണിക്കുട്ടി മുത്തം ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം ജയമോഹന് പറഞ്ഞിട്ട് എടി തെണ്ടിപ്പെണ്ണെ, നീ ഇവിടെ തന്നെ നിൽക്കാനാണോ നിൻ്റെ ഉദ്ദേശം? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ കേട്ടോ നീ പറയാണ്. വെള്ളയുടെയും വാഴ സ്വന്തം പറമ്പിൽ നടന്ന പോലെയാണ് കൃഷ്ണയും കാവ്യയും കൂടി നട്ടിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തു പറയണ്ടേ അമ്മ മുത്തശ്ശി എന്താ അങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുമ്പോൾ അത് ചിലപ്പോൾ നിനക്ക് മനസ്സിലാവില്ല, കുരുട്ടു ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട് കുരുട്ടു ബുദ്ധിയോ എന്ന് വെച്ചാൽ എന്താ മുത്തശ്ശി എന്ന് പറയുമ്പോൾ അയ്യോ പാവം ഒന്നും അറിയില്ല എടി, ഇവിടുന്ന് ഭക്ഷണവും വെള്ളവും കുടിക്കാനും എല്ലാം തരുന്നുണ്ട്. എന്നിട്ട് എൻ്റെ മുത്തിൻ്റെ കൂടെ നിന്ന് നിനക്ക് പഠിക്കുകയും വേണം എല്ലേടി എന്ന് പറയുമ്പോൾ മുത്ത് പറയണ്ടേ ഞാൻ അവളത്തെ ഇവിടുന്ന് പഠിക്കാം, ഒരുമിച്ച് പഠിക്കാമെന്നൊക്കെ പറഞ്ഞത്. അയ്യോ എൻ്റെ മുത്തിപ്പോൾ ഭയങ്കര നല്ല സ്വഭാവമുള്ള കുട്ടിയായി മാറിയ കാര്യം മുത്തശ്ശി മറന്നുപോയി എന്ന് പറയാണ്. അവളെ മയക്കിയെടുത്തു എൻ്റെ മുത്തിനെയും കൂടി. എല്ലേടി മണിക്കുട്ടി, നിന്റെ കപട സ്നേഹം കാണിച്ച് എൻ്റെ മുത്തിനെ നീ മയക്കിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ മുത്ത് പറയണ്ടേ എന്നെ ആരും മയക്കിയെടുത്തിട്ടില്ല. അങ്ങനെ മയക്കത്തിലൊന്നും വീണ അവളല്ല ഈ മുത്തെന്ന് മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാലോ. സ്നേഹത്തിന് മുമ്പിൽ മാത്രമേ ഈ മുത്ത് വീഴാറുള്ളൂ. മണിക്കുട്ടി എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അവളെയും സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ തന്നെ ഒന്ന് പഠിക്കും എന്ന് പറയുമ്പോൾ ജയമോഹി പറയണ്ട് അതൊന്നും നടക്കില്ലടി, ഇവളെ കൊണ്ടുപോകാനേ നാളെ പോലീസുകാർ വരും. പോലീസുകാരോ അതെന്തിനാ എന്ന് മുത്ത് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട്, അതൊക്കെ വഴിയെ മനസ്സിലാവും. പോലീസുകാർ ഇവരെ തൂക്കി പിടിച്ചുകൊണ്ട് പോകും, വല്ല അനാഥാലയത്തിലോ ആശ്രമ മണ്ഡലത്തിലോ എവിടെയെങ്കിലും ഇവിടെ കൊണ്ടുപോകും, അവനിയുള്ള കാലം അവൾ അവിടെ ജീവിക്കും എന്നൊക്കെ പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.